ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പെറൂസിയയിലേക്ക് സ്വാഗതം. 2 മഖാബിയർ 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ അതിൽ പ്രകാരം കാണുന്നു: ദൈവകൽപ്പനകൾ ജനം മറന്ന് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിതമായ വിഗ്രഹങ്ങളും അവയുടെ മോടിയും കാണുമ്പോൾ അവരുടെ മനസ്സ് മാറിപ്പോകരുതെന്ന് സൂചിപ്പിച്ച് അദ്ദേഹം പ്രമാണവും നൽകി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തെ പറ്റിയിട്ടാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള വിഗ്രഹങ്ങളെ കാണുമ്പോൾ അവരുടെ മനസ്സ് മാറിപ്പോകരുതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. നിയമപെട്ടകവും അതിലെന്തടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. മോശയുടെ തളിർത്ത വടിയും നിയമപലകകളും മന്ന സൂക്ഷിച്ചു വച്ചിരുന്ന ചെപ്പും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായായി അപ്പത്തോളം ചെറുതായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കതിനെ കാണാൻ സാധിക്കാതെ, നമുക്കതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ സ്വർണവും വെള്ളിയും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകരുത് എന്ന് പ്രവാചകൻ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തിളക്കമുള്ള പലതിൻ്റെയും പിന്നാലെ നാം ഓടിപ്പോകുന്നു എന്ന് നാം തിരിച്ചറിയണം. കർത്താവായ യേശുവിൽ നിന്ന് എന്നെയും നിങ്ങളെയും അകറ്റുന്ന ഒന്നിൻ്റെയും പിറകെ നാം പോകരുത് എന്ന് ഈ വചനഭാഗത്ത് നാം ഗ്രഹിക്കാം. നമ്മുടെ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ ഏറെ ഒരുക്കമുള്ളവരായി നമുക്ക് അവനെ സ്വീകരിക്കാൻ തക്കവണ്ണം തെളിയിച്ച ദീപദൃഷ്ടികളോടുകൂടി നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും ഞങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.